കാഥികനും നടനുമായ ഐലം ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് മരണം. സംസ്കാരം പിന്നീട് നടക്കും. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മേഘന, അദ്ദേഹത്തിന്റെ മരണം ന്യൂമോണിയ ബാധിച്ചാണെന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിധ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അല്പസമയം മുന്നെയാണ് ഐലം ഉണ്ണികൃഷ്ണന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. ഐലം ഉണ്ണികൃഷ്ണനെ കുറിച്ച് ഓർക്കുമ്പോഴടക്കം ഈ കഥ പറഞ്ഞുകൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു വ്യക്തിയാണ്, നടനും കാഥികനുമാണ് ഐലം ഉണ്ണികൃഷ്ണൻ. അദ്ദേഹത്തിന് ദീർഘനാളായി അസുഖബാധിതനായിരുന്നു. കൂടാതെ ന്യൂമോണിയ കൂടി ബാധിതനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിരിക്കെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. സംസ്കാരം പിന്നീട് നടക്കുമെന്നുള്ളതാണ് ബന്ധുക്കളടക്കം ഇപ്പോൾ അറിയിക്കുന്നത്. അങ്ങനെ ഒരു നൂറ്റാണ്ട് ചരിത്രത്തിൽ, അതായത് 50 വർഷത്തിനപ്പുറം ഒരു ചരിത്രമുണ്ട് ഐലം ഉണ്ണികൃഷ്ണനെ കുറിച്ച് ഓർക്കുമ്പോഴും. അദ്ദേഹത്തിന്റെ ഒരു കഥാപ്രസംഗ ജീവിതം, ഈ കഥാപ്രസംഗവും കൂടാതെ നടനും ഒക്കെ ആയിട്ടുള്ള ജീവിതത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വലിയ ചരിത്രം അല്ലെങ്കിൽ പാരമ്പര്യം അദ്ദേഹത്തിന് പറയാനുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ മരണ വാർത്ത ഇപ്പോൾ കേൾക്കുമ്പോഴും ഓർക്കാൻ കഴിയുന്നത്. അങ്ങനെ വർക്കല SN കോളേജിൽ നിന്ന് കഥാപ്രസംഗത്തിൽ അരങ്ങേറ്റം കുറിച്ചതാണ്. അതിനുശേഷം ഇങ്ങോട്ട് നിരവധിയായിട്ടുള്ള കഥകൾ പറഞ്ഞുകൊണ്ട്, അത് ചരിത്രമടക്കമുള്ള ഒരുപാട് കഥകൾ പറഞ്ഞുകൊണ്ട് ഈ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ കഴിഞ്ഞു. കൂടാതെ ഇത്തരത്തിൽ ഈ ഉത്സവ പറമ്പുകളിലടക്കം ഈ കാലഘട്ടം മാറുമ്പോഴും ഐലം ഉണ്ണികൃഷ്ണനെ കേൾക്കാനും അദ്ദേഹത്തിന്റെ കഥകൾ കേൾക്കാനും നിരവധിയായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും നഷ്ടമായിരിക്കുന്നത് ഈ കഥാപ്രസംഗ രംഗത്ത്, നടന രംഗത്ത് ഒരുപാട് കാൽവെപ്പുകൾ വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള, എങ്ങനെയാണ് ഈ കഥാപ്രസംഗം അടക്കമുള്ള കലകൾക്ക് സമൂഹത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളത് വലിയ രീതിയിൽ കാണിച്ചു തന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഐലം ഉണ്ണികൃഷ്ണൻ. അതുകൊണ്ട് നഷ്ടമാകുന്നത് ഒരു വലിയ കലാകാരനെ കൂടിയാണ്. സംസ്കാരം പിന്നീട് നടക്കുമെന്നുള്ളതാണ് ബന്ധുക്കളടക്കം അറിയിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണുള്ളത്. ശരി, മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.